രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. വാൽമീകി രാമായണ വിചാര പരമ്പരയിൽ നമ്മൾ കണ്ടത് അഗസ്ത്യനെ രാമലക്ഷ്മണന്മാർ വന്ദിച്ചു. തുടർന്ന് പഞ്ചവടിയിലേക്ക് പോവാൻ നിർദ്ദേശിക്കുകയാണ് അഗസ്ത്യൻ. ഗോദാവരി തീരത്ത് മനോഹരമായിട്ടുള്ള വൃക്ഷങ്ങൾ, മറ്റ് പ്രകൃതി ഭംഗികളെല്ലാം അടങ്ങിയ സ്ഥലമാണ് പഞ്ചവടി. അപ്പോൾ അവിടെ ആശ്രമം തീർത്തിട്ട് വസിക്കുകയാണെങ്കിൽ രാമ, അങ്ങേക്കും സീതയ്ക്കും അതൊക്കെ വളരെ സുഖകരമായിരിക്കും, രസകരമായിരിക്കും എന്നങ്ങനെ പറഞ്ഞ് ആ അഗസ്ത്യനോട് മൂന്ന് കൂട്ടരും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ പോകുന്ന സമയത്താണ് ജടായു സംഗമം ഉണ്ടാവുന്നത്. വലിയ ഒരു കഴുകൻ, അസാധാരണ വലിപ്പമുള്ള അതിനെ കണ്ടപ്പോൾ ഒരു രാക്ഷസനാണ് എന്ന് രാമൻ തെറ്റിദ്ധരിച്ചു. ലക്ഷ്മണ നോക്കൂ, വലിയൊരു രാക്ഷസനാണ് എന്നാണ് തോന്നുന്നത്. കേട്ട സമയത്ത് ജടായു പറഞ്ഞു, തതോ മധുരയാ വാച സൗമ്യ പ്രീണയന്നിവ ഉവാച വത്സമാം വിദ്ധി വയസ്യം പിതുരാത്മന. അങ്ങ് വിചാരിച്ച പോലെയുള്ള ആളല്ല ഞാൻ, രാക്ഷസനല്ല. അങ്ങയുടെ പിതാവായിരിക്കുന്ന ദശരഥൻ്റെ സ്നേഹിതനാണ്. ദയവായിട്ട് എന്നെ മനസ്സിലാക്കണം എന്ന് പറയണം. ഏതാണ് നിൻ്റെ കുലം, ഏതാണ് നിൻ്റെ നാമം, അതൊക്കെ അങ്ങനെ ചോദിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ ജടായു പറയുകയാണ്. അത് ഈ പുരാണമാണെങ്കിലും ഇതിഹാസമാണെങ്കിലും പണ്ട് ഈ വർണ്ണന, നാളുടെ മകൻ അത് അതിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ ഈ കാലാവസ്ഥ, ഇനി അടുത്തതായിട്ട് ഋതുവർണ്ണനം കാണാം, ഹേമന്തം. ഇതൊക്കെ ഈ കാവ്യങ്ങളുടെ ഒരു ശൈലിയാണ്. പഴയ കാലത്ത് കാലാവസ്ഥാ വർണ്ണന. ഭാഗവതത്തിലും ഉണ്ട് ഋതുവർണ്ണനം. ഇതിലിഞ്ഞ് ഋതുവർണ്ണനാണ് അടുത്ത് വരാൻ പോണത്. അതുപോലെ തന്നെ വംശവർണ്ണനം, എങ്ങനെയെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ട സന്ദർഭപ്രകാരം അത് വരും. ഇപ്പോൾ ജടായു ഇവിടെ കുറച്ചങ്ങനെ വർണ്ണിച്ചു, കുറേ ഉണ്ട്. ഇപ്പം നമുക്കത്ര, അതായത് കർദമനിൽ നിന്ന് ഇന്നാൾ മുതൽക്കിങ്ങോട്ട് വർണ്ണിക്കുകയാണ്. കശ്യപൻ, ദക്ഷൻ്റെ 60 പുത്രിമാർ, ഇതൊക്കെ ഭാഗവതത്തിലുള്ളത് തന്നെയാണ്. അങ്ങനെ വർണ്ണിച്ച് ഈ വീണതയുടെ മക്കളാണ് ഗരുഡൻ. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഉണ്ടായിരിക്കണ ജടായു എന്ന് പറഞ്ഞ് കഴുകു വംശം, പക്ഷി വർഗം എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്നുണ്ടായതാണെന്നും പറഞ്ഞ് അതുവരെയുള്ള കുറേ വംശം തൻ്റെ ആ മുമ്പട്ട് ഉള്ള ജടായു തൻ്റെ വംശത്തെ വർണ്ണിക്കുകയാണ്. കാരണം അത് സന്ദർഭം കിട്ടിയപ്പോൾ കാവ്യത്തിൽ വർണ്ണിച്ചു എന്നേ ഉള്ളൂ. ഒരു വലിയൊരു പ്രസക്തിയൊന്നും പെടില്ല. അരുണനിൽ നിന്ന് ജനിച്ച ആളാണ് ഞാൻ എന്ന് പറയണം. പരമ്പരയായിട്ട് ഇങ്ങനെ പറഞ്ഞു വന്ന് വിനതയ്ക്ക് ഗരുഡൻ, അരുണൻ എന്നീ 2 മക്കളുണ്ടായി. വിനതയുടെ മക്കളാണ് അവർ. അതിൽ അരുണൻ്റെ മകനാണ് ഞാൻ. എൻ്റെ മീതൊരാളുണ്ട്, അതാണ് സമ്പാതി അനുജനാണ് ഞാൻ. അല്ലോ ശത്രുനാശക ശ്രേഷ്ഠ ജടായു ഇതിമാം വിദ്ധി ശേനീപുത്രമരിന്തമ. ശേനിയുടെ പുത്രനായിരിക്കുന്ന ജടായു ആണ് ഞാൻ. എൻ്റെ ജ്യേഷ്ഠനാണ് സമ്പാതി. ഞങ്ങളൊക്കെ അരുണൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞ് കുറേ വംശം അവിടെ വർണ്ണിച്ചു. ജടായുഷം തം പ്രതിപുച്ഛ രാഘവോ മുദാ പരിഷ്വച്ച സന്നദ്ധോ ഭവൽ പിതുർഹി ശുശ്രാവ സഹിതമാത്മവാൻ ജടായുഷ സംഗതിതം പുനഃ. ആ ജടായുവിനെ അച്ഛൻ്റെ സുഹൃത്താണെന്ന് കണ്ടപ്പോൾ ആശ്ലേഷിച്ച് ഉപചാരങ്ങളൊക്കെ ചെയ്ത് വന്ദിച്ച് ജടായുവിനെ വീണ്ടും ആ കഥകളൊക്കെ അങ്ങനെ കേട്ട് സന്തുഷ്ടനായി എന്നാണ്. അച്ഛൻ്റെ സുഹൃത്ത് എന്നുള്ള ആ ഒരു സുഖം പറഞ്ഞ് സംസാരിച്ച് നോക്കുമ്പോൾ മനസ്സിന് വളരെ സുഖമായിട്ടങ്ങനെ ആനന്ദിച്ചു. തുടർന്ന് ഗോദാവരി തീരത്തേക്ക് പോവുകയാണ്. സതത്ര സീതാം
പരിദായ മൈഥിലിം സഹൈവ തേനാദിബലേന ഭക്ഷിണ ജഗാമതം പഞ്ചവടിം സലക്ഷ്മണോ രിപുന്തി ദക്ഷൻ ശലഭാനിവാനല. ജടാവിനോടും ലക്ഷ്മണനോടും ഒത്ത് നല്ല തേജസ്സോട് കൂടിയിട്ട് പഞ്ചവടി തീരത്തേക്ക് പോയി എന്ന് പറയുകയാണ്. ധാരാളം മൃഗങ്ങളുണ്ട്, നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഉണ്ട്. കാട് രണ്ടും നിറഞ്ഞതാണേ. ക്രൂരമായിട്ടുള്ള മൃഗങ്ങൾ, നാനാ വ്യാളമൃഗായുധാം, പാമ്പ്, ക്രൂരമൃഗങ്ങൾ മുതലായിട്ടതും ഒക്കെ ഉണ്ട്. അപ്പോൾ രാമൻ പറയണം, ലക്ഷ്മണ, അഗസ്ത്യൻ പറഞ്ഞ സ്ഥലത്ത്, അഗസ്ത്യമുനി പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എത്തിച്ചേർന്നു എന്നാണ് തോന്നുന്നത്. ഇവിടം തന്നെയാണ് പഞ്ചവടി. അപ്പോൾ അത് ഏതാ ചോദിച്ചാൽ ഈ ഗോദാവരിയുടെ ഉത്ഭവസ്ഥാനത്ത് ആണത്ര ഈ നാസിക് എന്ന് പറഞ്ഞ പട്ടണം. പലർക്കും അറിയുണ്ടാവും നാസിക്. ആ നാസിക്കത്തിൻ്റെ സമീപത്താണ് ഭദ്രാചലം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. സുമാർ അവിടെയൊക്കെയാണ് ഈ പഞ്ചവടി. അവിടെ ഒരു രാമക്ഷേത്രം ഉണ്ട് എന്നാണ്. അപ്പം അതിൽ ഈ രാമൻ ഇറങ്ങി കുളിച്ച സ്ഥലത്തിനാണ് അത്രേ രാമകുണ്ഡം. വൈദ്യുതിയൊക്കെ അവിടെ നിന്നാണ് വരുന്നത്. രാമകുണ്ഡം എന്ന് പറഞ്ഞാൽ വൈദ്യുതി രാമകുണ്ഡത്തിൽ നിന്ന് വന്നു എന്നൊക്കെ നമ്മൾ കേൾക്കുമല്ലോ. രാമൻ അവിടെ ഗോദാവരി തീരത്ത് താമസിക്കുമ്പോൾ ഇറങ്ങി കുളിച്ച സ്ഥലമാണ് രാമകുണ്ഡം. ഭദ്രാചലം, നാസിക്, ഇതൊക്കെ സുമാർ അവിടെ ആയിട്ടാണ് വരിക. ഇപ്പം എന്തായാലും ധാരാളം പൂവനങ്ങളുണ്ട്, സുന്ദരമായിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ ലക്ഷ്മണ, നീ ഒന്ന് ഇത് ചുറ്റും നോക്കൂ, നമുക്ക് ആശ്രമം പണിയാൻ പറ്റിയ സ്ഥലം ഏതാണ് എന്ന് കണ്ടുപിടിക്കൂ. അവിടെ തന്നെയാണ്, പക്ഷെ അവിടെ എവിടെയാണ് അറിയണമല്ലോ. കൃത്യമായിട്ട് എവിടെയാണ് വേണ്ടത്, ഇവിടെ തന്നെയാണോ വേണ്ടത്, എവിടെയാണ് നമുക്ക് പണിയേണ്ടത്, കുറ്റിയടിച്ചിട്ട് സ്ഥാനം നിശ്ചയിക്കണമല്ലോ. അതെവിടെയാണ് വേണ്ടത്, ഇവിടെ തന്നെയാണെങ്കിലും അതിൻ്റെ കൃത്യമായിട്ടുള്ള സ്ഥാനം ഒന്ന് നിർണയിക്കൂ എന്ന് പറഞ്ഞു. വളരെ അഴകുള്ള കാടാണ് അവിടെ. അപ്പം അങ്ങനത്തെ സ്ഥലത്ത് തന്നെ വേണം. അതുപോലെ തന്നെ പിന്നെ ആശ്രമമാകുമ്പോൾ എന്തൊക്കെ വേണം? ദർഭ, പുല്ല്, ചമത, പൂവ്, വെള്ളം, ഇതൊക്കെ നമുക്ക് ധാരാളം കിട്ടണം. അതല്ലേ അവർക്ക് ചെയ്യാനുള്ളൂ, വേറൊന്നുമില്ല. കർമ്മങ്ങൾ, പൂജകൾ. അപ്പോൾ വെള്ളം ഉണ്ടാവണം, പൂവ് ഉണ്ടാവണം, ദർഭ ഉണ്ടാവണം, ചമത, പ്ലാഷിൻ്റെ ആ കുംഭബല, അതൊക്കെ ഹോമം ചെയ്യാനും അപ്പം അതൊക്കെ ധാരാളം ലഭ്യമാവണം. അതിൻ്റെ അവൈലബിലിറ്റിയെ നമുക്ക് വേണ്ടൂ. വേറെ മൊബൈൽ സിം എവിടെ കിട്ടുക, മൊബൈൽ കട എവിടെ നോക്കുക, അതല്ലല്ലോ പണ്ട് നോക്കുക. അപ്പോൾ ഒക്കെ നമ്മൾ അതാ നോക്കുക അല്ലേ. അടുത്ത ഏതായാലും റേഞ്ച് ഉണ്ടോ നോക്കണം കേട്ടോ, മൊബൈൽ കട ഉണ്ടോ നോക്കണം. അല്ല അതിൻ്റെ സ്ഥാനത്ത് ഇവർ എന്തേ പറഞ്ഞിരുന്നത്, പൂവ്, വെള്ളം, ക്ഷമത, പുഷ്പങ്ങൾ മുതലായിട്ടതൊക്കെ കിട്ടുക എന്നൊക്കെയുള്ള സ്ഥലം നോക്കി കണ്ടുപിടിക്കാം എന്നങ്ങനെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ലക്ഷ്മണൻ പറഞ്ഞു, സൗമിത്രി കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, ഏട്ടാ എവിടെ വേണമെന്ന് ഏട്ടനല്ലേ പറയാൻ, ഏട്ടനാണ് പറഞ്ഞാൽ അവിടെ ആശ്രമം ഉണ്ടാക്കേണ്ട കാര്യം ഞാൻ ഏറ്റു. ഏട്ടൻ്റെ ഇഷ്ടമല്ലേ നോക്കേണ്ടത്, എനിക്കെന്ത് ഇഷ്ടമാണ്. ഏട്ടൻ എവിടെയാണ്, ഇവിടെ ഇങ്ങോട്ട് ഉണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞൊരു സ്ഥാനം കാണിച്ചു തന്നാൽ തീർച്ചയായിട്ടും അവിടെ ഞാനത് ഉണ്ടാക്കിക്കോളാം. സ്വയം തുരുചിരേ ദേശേ ക്രിയതാമിതി മം വദ, ഇവിടെ ചെയ്തോളൂ എന്ന് എന്നോട് പറയൂ, അവിടെ ഞാൻ ചെയ്തോളാം. ഏട്ടൻ്റെ ഇഷ്ടമാണ് മുൻഗണന. ലക്ഷ്മണൻ്റെ ആ വാക്കിൽ ഇങ്ങനെ സന്തോഷമായിട്ട് നല്ല ഒരു സ്ഥലം രാമൻ തന്നെ അതാ തിരഞ്ഞു കണ്ടെത്തി. പർണശാല, ലക്ഷ്മണ നമുക്ക് ഇവിടെ പണിയാം, ഇതാണ് പറ്റിയ സ്ഥലം എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ ആ ലക്ഷ്മണൻ്റെ കൈയൊക്കെ പിടിച്ച് പറഞ്ഞു, ധാരാളം സ്ഥലം, പൂമരങ്ങൾ ഇവിടെ ഉണ്ട്, വിധിപൂർവ്വം നീ ഇവിടെ ഉണ്ട് കെട്ടുക ആശ്രമം, ഇനി ഒന്നും ചിന്തിക്കാനില്ല. അടുത്ത് താമരയിൽ ധാരാളം നിൽക്കുന്നുണ്ട്, താമര പൊയ്ക സമീപത്തുണ്ട്, ഗോദാവരി നദി അടുത്തുണ്ട്, അതിൽ ഇറങ്ങി കുളിക്കുക. നല്ല വിശിഷ്ടമായിട്ടുള്ള നദി അല്ലേ, നർമ്മദേ, സിന്ധു, കാവേരി എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ ആ സപ്തനദിയിൽ പെട്ടതല്ല വെച്ചാൽ അതുപോലെ ഗോദാവരി ധാരാളം വെള്ളമുള്ള ഒരു നദിയാണ് തമിഴ്നാട്ടിൽ. അപ്പം അത് ആന്ധ്രയിൽ അങ്ങടാ പോവുക. ആ ഗോദാവരി നദി, താമരപ്പൊയ്ക മുതലായിട്ടതൊക്കെ സീതയ്ക്കും ഇവിടെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അരയന്നങ്ങൾ, നീർക്കോഴികൾ, മാൻകൂട്ടങ്ങൾ ഒക്കെ ഓടി നടക്കുന്നുണ്ട്. മയിലിൻ്റെ ശബ്ദം ധാരാളം ഇവിടെ ഉണ്ടതാ. പിന്നെ സ്വർണം, വെള്ളി, ചെമ്പ് മുതലായിട്ട് അതിൻ്റെയൊക്കെ നിക്ഷേപം പടിയുണ്ട്. കൊണ്ട് വെട്ടി തിളങ്ങുന്ന ഐശ്വര്യപൂർണമായ ഒരു സ്ഥലമാണ് പഞ്ചവടിയിൽ നാം ഇപ്പോൾ എത്തിച്ചേർന്നത്. ഇവിടെ തന്നെ നമുക്ക് ആശ്രമം പണിയാം. പിന്നെ കുറേ വൃക്ഷങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ വാൽമീകി അതാണ് തുടങ്ങിയ ഒരു പാരഗ്രാഫ് പോലെ അത്രയും ഉണ്ടാവും. ഇവിടെ പറയാം പൈനുകൾ, പനകൾ, പച്ചില മരങ്ങൾ, ഈത്തകൾ, പ്ലാവ്, മാവ്, തേന, തൊടുകാര, കടമ്പ്, പുന്നാകം എന്നൊക്കെ ഓമയിട്ടാണ് പറയുകയാണ്. ഒരുപാട് വൃക്ഷങ്ങൾ, ഇടതിങ്ങിയിട്ട് കണക്കില്ലാത്ത വൃക്ഷങ്ങൾ ഇവിടെയുണ്ട്. അങ്ങനെ ആ ലക്ഷ്മണനാവട്ടെ സഹോദരന് വേണ്ടിയിട്ട് നല്ലൊരാശ്രമം അവിടെയുണ്ട്, പണിതാണ്. മണ്ണുകൊണ്ട് ചുമരൊക്കെ വെച്ച്
കൊന്നയുടെ കഴുക്കോല് ഒക്കെ വെച്ച് ധാരാളം പുല്ല് ഇല അതുകൊണ്ടൊക്കെ മേഞ്ഞ് ദർഭപുല്ലുകൾ ഇലകൾ ഇതൊക്കെ നന്നായിട്ടൊക്കെ മേഞ്ഞ് നിലമൊക്കെ നല്ലപോലെ കൈക്കോട്ട് കയ്യിലുണ്ട്. അതിനാണ് കൈക്കോട്ടൊക്കെ കയ്യിലെടുക്കുന്നതൊക്കെ നിരപ്പാക്കിയിട്ട് കാണാൻ അഴകുള്ള നല്ല ഒരാശ്രമം അവിടെ ഗോദാവരി തീരത്ത് പണിതു എന്ന് പറയുകയാണ്. താമരപ്പൂക്കൾ പഴങ്ങളൊക്കെ രാമൻ പറിച്ചെടുത്ത് കൊടുത്തു. പിന്നെ എവിടെ താമസിക്കുകയാണെങ്കിലും പണ്ട് ഈ വാസ്തുബലി എന്ന് പറഞ്ഞിട്ടൊന്നും ഇവിടെ പുഷ്പബലി എന്നാണ് പറയണത്. സ്ഥലത്തെ ദോഷങ്ങളൊക്കെ നീങ്ങാനായതുകൊണ്ട് ഇത് വാസ്തുബലി ആവാം. പുഷ്പബലി, ശാന്തി കർമ്മം മുതലായിട്ടതൊക്കെ ചെയ്തു. താൽക്കാലികമായിട്ട് താമസിക്കുകയാണെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് താമസിക്കുമ്പോൾ അവിടെ ചില പൂജകളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ദോഷങ്ങളോ ദുഷ്ടശക്തികളോ ആപത്തുകളൊക്കെ വരാതിരിക്കാൻ പൂജകളൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ ഒന്നിലും ആൾക്കാർക്ക് വിശ്വാസമില്ല. വീട് പണിയാൻ താമസിക്കുക, ഏറി വന്ന അമ്പലത്തിൽ പോയിട്ട് വല്ല ഒരുപാട് ഗണപതി ഹോമം നടത്തും. അപ്പോൾ അത് മാത്രമല്ല, ഒരു വീടൊക്കെ താമസാക്കുമ്പോൾ അതിന് വാസ്തുബലി എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. അതെന്താ വെച്ചാൽ ഈ മതിൽ കെട്ടണത് എന്താ വെച്ചാൽ വീടിൻ്റെ പുറത്തെ ദോഷം നമുക്ക് ബാധിക്കാതിരിക്കാനാണ്. അതേ സമയത്ത് ഈ വാസ്തുബലി നടത്തുന്നത് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ദോഷം കയറി വരാതിരിക്കാനാണ്. ഉള്ളിൽ ദോഷം ഉണ്ടാവും. ആ മതിലിൻ്റെ ഉള്ളിൽ വല്ല ദോഷവും സ്ഥലത്തിനുണ്ട് വെച്ചാൽ അതൊക്കെ ഈ പഞ്ചശിരസ് കുഴിച്ചിടുക അങ്ങനെയുള്ളതുകൊണ്ട് വാസ്തുബലി കൊണ്ടും പോവും. മതിൽ കെട്ടി സംരക്ഷിക്കണം. അപ്പോൾ വാസ്തുബലി അത് പുറത്തുള്ള ദോഷങ്ങൾ, മതിൽ കെട്ടുക അതും പ്രധാനമാണ്. ഇത് രണ്ടും എന്തിനാണ്? വാസ്തുബലി മതിലും മതിലുമാണ് പുറത്തെ ദോഷങ്ങൾ വരാണ്ടിരിക്കാൻ. പഞ്ചശിരസ് കുഴിച്ചിടുക അല്ലെങ്കിൽ അത്യാവശ്യം പൂജകൾ ചെയ്യുക, അതൊക്കെയാണ് ഉള്ളിലത്തെ ദോഷങ്ങൾ ചെയ്യുക. അപ്പം അതൊക്കെ നിയമമുണ്ട്. അതുകൊണ്ടാണ് വീട്ടിൽ താമസിക്കുമ്പോൾ സമാധാനം ഇല്ലാത്തത്. എന്തെങ്കിലും വഴക്കുണ്ടാവും, അല്ലെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാവും, അല്ലെങ്കിൽ അപകടം ഉണ്ടാവും. ഇല്ലേ? സമാധാനം ഇല്ലാത്ത പരിപാടി നമുക്കൊക്കെ ഓരോരോ സംഗതികൾ അനുഭവിക്കേണ്ടി വരുന്നത്. ഇങ്ങനത്തെ പൂജകൾ താൽക്കാലികമായിട്ട് ചെയ്യുമ്പോഴും കൂടി രാമൻ എന്തിനാ ചെയ്യണം? കാടാണ്, താൻ ഈശ്വരനാണ്, ഇടയിൽ കയറി താമസിച്ചാൽ പോരെ. അങ്ങനെ ഒരു ദിക്കിലും ചെയ്യരുത് എന്നാണ്. ഭഗവത് സേവ, ഗണപതി ഹോമം, ഈശ്വരപൂജ, കാരണം പല കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലേ അല്ല നടക്കുന്നത്, നമ്മളല്ലാത്ത ശക്തിയുടെ നിയന്ത്രണത്തിലാണ്. അപ്പം അതൊക്കെ നന്നാവണമെങ്കിൽ ദൈവാനുഗ്രഹം ആദ്യം വേണം എന്ന് പറയണം. ലക്ഷ്മണ, നീ ധന്യനാണ്, ഇതായേട്ടാ കണ്ടോളൂ എങ്ങനെയുണ്ട് ഞാൻ ഉണ്ടാക്കിയ മൃഗം. പരമാനന്ദമായിട്ട് രാമൻ ലക്ഷ്മണനെ ആലിംഗനം ചെയ്തു എന്ന് പറയുകയാണ്. പ്രീതോസ്മിതേ മഹർക്കർമ്മത്തയാ കൃതമിതം പ്രഭോ. പ്രഭോ എന്നൊക്കെ അനുജനെ വിളിക്കുമോ? അത്ര സന്തോഷിച്ചു. നീ ധന്യനാണ്. എന്താ കാരണം അറിയുന്നത്? എന്നെപ്പോലെ ഒരു പുത്രൻ ഉണ്ടായാലേ നമ്മുടെ അച്ഛൻ ഭാഗ്യം ചെയ്തു എന്നും കൂടി ഞാൻ പറയുകയാണ്. പ്രദേയോ എന്നിമിത്തം തേ പരിഷ്യങ്കോ മയാകൃത. എനിക്ക് വേണ്ടി ഇത്രത്തോളം ത്യാഗബുദ്ധിയുള്ള നല്ലൊരു പുത്രൻ ഉണ്ടായതുകൊണ്ട് എൻ്റെ അച്ഛൻ ത്വയാ പുത്രേണ ധർമാത്മാ ന സംവൃത്ത പിതാമമ. എൻ്റെ അച്ഛൻ കൂടി ഭാഗ്യം ചെയ്തു എന്ന് എനിക്കിപ്പോൾ പറയാൻ തോന്നുകയാണ്. അവിടെ നന്നായി, നിനക്കൊക്കെ നന്നായിട്ട് വരും, സർവ്വമംഗളങ്ങളും ഉണ്ടാവും. ഏട്ടൻ്റെ അനുഗ്രഹം അങ്ങനെ വാങ്ങി. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് കാലാവസ്ഥാ വർണ്ണനം, ഒരു സർഗം മുഴുവൻ ഉണ്ടെന്ന് പറയാം. ഹേമന്തത്തെ വർണ്ണിക്കുകയാണ്. കുറേ ഉണ്ട്. എന്താ വെച്ചാൽ ഈ മഞ്ഞ് കൊണ്ട് മൂടപ്പെട്ട് തണുപ്പ് ധാരാളം ഉണ്ടായി, വെയിൽ, അഗ്നി മുതലായിട്ടുള്ളത് സുഖം തരുന്ന കാലം. കാലത്തിനനുസരിച്ചാണ്. വേനൽക്കാലത്ത് തീ സുഖം തരുമോ? അല്ലേ? ആ വെയിൽ തന്നെ തീ പോലെ ഇരിക്കണമെന്ന് പറയും. കുറച്ച് തണുപ്പ് കിട്ടാൻ എന്താ വഴി? എന്നാൽ തണുപ്പ് കാലത്തോ നേരെ തിരിച്ച്, അല്ലേ? നമുക്ക് കുറച്ച് ചൂടുവെള്ളം കിട്ടിയാൽ തിരക്കടില്ല കുളിക്കാൻ, അല്ലെ? ഒന്ന് വെയിൽ കായുക. അപ്പോൾ അവിടെ അഗ്നിക്ക് പ്രാധാന്യവും സുഖവും കിട്ടുന്ന കാലമായി എന്നൊക്കെ മഞ്ഞ് മൂടിയിട്ടും തണുത്തിട്ടും അങ്ങനെ കുറേ ആ തണുപ്പിൻ്റെയും ഹേമന്തകാലത്തെ വർണ്ണന കാവ്യത്തിൻ്റെ ഒരു ശൈലിയാണ് പണ്ട് ഈ ഋതുവർണ്ണനം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഹേമന്തത്തെ വർണ്ണിച്ച് പിന്നെ ശിശിരം, ഗ്രീഷ്മം, ശരത്ത്, ഇതൊക്കെയാണ് ഋതുക്കൾ, അല്ലേ? ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്ത്, ഹേമന്തം. ഇതാണ് 6 ഋതുക്കൾ. 2 മാസമാണ് ഒരു ഋതു, അല്ലേ? അപ്പോൾ 6 2 12, 6 ഋതുക്കളാകുമ്പോൾ അതിനെങ്ങനെ ഓരോന്നിനെയും വർണ്ണിച്ചു. ഭരതനെ കുറിച്ച് ചിന്തിച്ച്, ഈശ്വര ഈ തണുപ്പിലല്ലേ ഭരതൻ നിലത്ത് കിടക്കുന്നുണ്ടാവുക, പാവം. ഏത് കാലാവസ്ഥയും നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചിന്തിക്കുക, അല്ലേ? ഒരു തണുപ്പ് വന്നു കഴിഞ്ഞാൽ അതുമായിട്ട് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ അത് പറയുക, ഈ തണുപ്പത്തല്ലേ ഇപ്പോൾ ഭരതൻ, മഴ വന്നാൽ നമ്മൾ ഈശ്വര ഇന്നാൾ പുറത്താണ് കുട കൊണ്ടുപോയിട്ടുണ്ടോ ശരിയ. അപ്പോൾ ആ മഴ വന്നപ്പോൾ ഇയാൾ ചിന്തിക്കണത് എന്താണ്? തൻ്റെ ആരെങ്കിലും വേണ്ടപ്പെട്ടവർ പുറത്തുണ്ടോ, അല്ലേ? നേരം രാത്രി കയ്യിൽ വിളക്കുണ്ടോ ശരിയ, വരാൻ സൗകര്യമുണ്ടോ?
അപ്പോൾ ഇതേപോലെ ഇവിടെ ഭരതൻ നിലത്ത് നന്ദിഗ്രാമത്തിൽ ശയിക്കുന്നുണ്ടാവുമല്ലോ ലക്ഷ്മണ, ഈ തണുപ്പിൽ അവന് പുതപ്പോ സൗകര്യങ്ങളോ ഇല്ലാണ്ട് എങ്ങനെയാവും കഴിയുണ്ടാവുക എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടുള്ള ഹേമന്തത്തെ വർണ്ണിച്ചു. എന്തായാലും അവൻ സ്വർഗാർഹനാണ്. കാരണം ഇത്രമാത്രം ത്യാഗം എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടിയൊക്കെ, അതായത് അച്ഛന് വേണ്ടി ത്യാഗം സഹിക്കുക യാതൊരു സുഖമല്ലേ. രാജസ്ഥാനം കയ്യിൽ കിട്ടിയതാണ് മാറ്റി വെച്ചിരിക്കുന്നത്. ഈ രാജസ്ഥാനം കയ്യിൽ കിട്ടി മാറ്റി വെച്ചിട്ടല്ലേ ഈ ത്യാഗബുദ്ധി അവൻ നമ്മളോട് സ്നേഹം കൊണ്ട് ചെയ്യണത് എന്നൊക്കെ ഹേമന്തകാലത്തെക്കുറിച്ച് രാമൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ സൂര്യനെ സ്തുതിച്ചു എന്നാണ്. നേരം പ്രഭാതമായപ്പോൾ നമുക്ക് വളരെ പ്രധാനമാണ് ഈ സൂര്യനെ സ്തുതിക്കുക, ഗായത്രി ജപിക്കുക, അല്ലെങ്കിൽ സൂര്യനെ സ്തുതിക്കുക. മലയാളത്തിലുള്ള ആദിത്യ ഹൃദയമുണ്ട് രാമായണത്തിൽ, അതൊന്ന് ചെല്ലുക. ആദിത്യായ നമ ദ്വാദശാത്മനെ നമ എന്നൊരു 12 പ്രാവശ്യമെങ്കിലും ചെല്ലിയെങ്കിലും ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ രാവിലെ എണീറ്റിട്ട് കിഴക്കോട്ട് തിരിഞ്ഞ് സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നിന്നിട്ട് 12 പ്രാവശ്യമെങ്കിലും, ഏറ്റവും മിനിമമാണ് കേട്ടോ അത്. ആദിത്യായ നമ ദ്വാദശാത്മനെ നമ, ആരോഗ്യം തരണേ എന്നാണ് സൂര്യനോട് പ്രാർത്ഥിക്കുക. സൂര്യൻ ആരോഗ്യത്തിൻ്റെ ആളാണ് എന്നാണ്. കൃതാഭിഷേകസ്വര രാജരാമ സീതാദ്വിതീയ സഹലക്ഷ്മണേന കൃതാഭിഷേകോ ഗിരിരാജപുത്രിയ രുദ്രസ്തനന്തി ഭഗവാനിവേശ. അങ്ങനെ രുദ്രഭഗവാനെ പോലെ തേജസ്സോട് കൂടിയിട്ട് ആദിത്യനെ സ്തുതിച്ച പ്രഭാതം കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചിങ്ങനെ കഴിഞ്ഞപ്പോൾ അതാ ശൂർപ്പണക എന്ന രാക്ഷസി രാവണ സഹോദരിയുടെ വരവാണ് പിന്നെ ഉണ്ടാവണത്. സരാമപർണശാലായ ആസീനസ്തകസീതയാ വിരരാജമഹാബാഹുർ ചിത്രയാ ചന്ദ്രമായിവാം. ചന്ദ്രൻ ആകാശത്ത് ചിത്രനക്ഷത്രത്തോടു കൂടി പ്രകാശിക്കുന്നത് പോലെ പ്രകാശിച്ച സമയത്ത് സാധുശൂർപ്പണക നാമ ദശഗ്രീവസ്യ രക്ഷസ ഭഗിനി രാമമാസാദ്യ ദശോപമാ. രാമനെ കണ്ട് അത്ഭുതപ്പെട്ട അവൾ അടുത്തിങ്ങനെ വന്നു. ഇത്ര ലക്ഷണം ഒത്തതായിട്ടുള്ള മഹാബാഹുവും താമരപ്പോയിലെ കണ്ണുകളുള്ളവനും ആജാനബാഹു, ആണുങ്ങളുടെ ലക്ഷണമാണ് ആജാനബാഹു, നീണ്ട കരങ്ങളോട് കൂടിയവൻ, അതേപോലെ പ്രകാശിക്കുന്ന മുഖത്തോടുകൂടി ആനയുടെ പരാക്രമവും ജടാമണ്ഡലങ്ങളൊക്കെ ധരിച്ച തപസ്യാണ്. അത്തരത്തിലുള്ള ലക്ഷണയുക്തയായ ശരീരം കൊണ്ട് ഇത്രയധികം ലക്ഷണയുക്തൻ രാമനെ പോലെ ആ കാലത്ത് വേറെ ആരും ശരീരം കൊണ്ടല്ല, എല്ലാം കൊണ്ടും, സ്വഭാവ ഗുണം കൊണ്ടും ശൗര്യം കൊണ്ടും വീര്യം കൊണ്ടും ഗുണം കൊണ്ടും എന്നങ്ങനെ പറഞ്ഞാൽ രാമന് സമാനം രാമൻ മാത്രം എന്നാ കണ്ടു. ഈ ദുർമുഖിയായിട്ടുള്ള ആ ശൂർപ്പണഖ വളരെയേറെ എന്തായി രാമനിൽ അനുരക്തനായി എന്ന് പറയുകയാണ്. എന്നൊക്കെ തരുണൻ ആദിത്യൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു നിലയ്ക്കും ചേർച്ചയില്ല. ശൂർപ്പണഖ എന്ന് പറഞ്ഞാൽ ഒട്ടും തൻ്റെ രൂപമോ തൻ്റെ ഭാവമോ ഈ രാമന് ചേർന്നതല്ലെങ്കിലും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. മനസ്സുകൊണ്ട് ആഗ്രഹിക്കുമ്പോൾ ചേർച്ച നോക്കേണ്ട ആവശ്യമുണ്ടോ? കാമപരവശയായിട്ട് രാക്ഷസി രാമനോട് ചോദിക്കുകയാണ്, ജഡി താപസ്വരൂപേണ സഭാര്യ ശരം ശാപം ധൃത് ധരിച്ചവ അങ്ങ് ആരാണ്? ഈ ഭാര്യയോടൊത്ത് ഈ രാക്ഷസിമാരും രാക്ഷസന്മാരും നിറഞ്ഞ കാട്ടുപ്രദേശത്ത് എങ്ങനെയാണ് എത്തിച്ചേർന്നത്? ദേവതുല്യനായിട്ടുള്ള ദശരഥൻ എന്ന് പറഞ്ഞിട്ടൊരു രാജാവുണ്ട്. അദ്ദേഹത്തിൻ്റെ സത്യം പാലിക്കാൻ വേണ്ടി ഞങ്ങൾ എത്തിയതാണ്. രാമൻ എന്ന എൻ്റെ നാമം, ലക്ഷ്മണൻ എന്ന അനുജൻ, ഞങ്ങളുടെ എൻ്റെ പത്നിയാണ് സീത. ലക്ഷ്മണൻ ഭാര്യയില്ലാത്തവൻ എന്നൊരു ദിക്കിൽ പറയണത്. ഭാര്യയില്ലാത്തവൻ എന്തിനാ പറയണമെന്ന് വെച്ചാൽ ശൂർപ്പണഖയ്ക്ക് രാമനെ ഭർത്താവായിട്ട് കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ പറയുകയാണ് ഇവൻ ഭാര്യ ഇല്ലാത്തവനാണ് എന്ന് പറയണം. അവിടെ ഭാര്യ ഇല്ലാത്തവെന്നൊരു വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. അവിടെ നിനക്ക് അനുയോജ്യനാണ്. എൻ്റെ ഭാര്യ സീതയാണ്, ലക്ഷ്മണന് ഭാര്യയില്ല. പക്ഷെ കൂടെയില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഭാര്യ ഉണ്ടല്ലോ, കൂടെയില്ല എന്നാണ് ഉദ്ദേശിച്ചത് എന്നാണ്. രണ്ടർത്ഥത്തിലും ആവാം. അതുകൊണ്ട് അവനെ സ്വീകരിച്ചോളൂ എന്നുള്ള അർത്ഥത്തിലാണ് ഇവൻ ഭാര്യാരഹിതനാണ്, ഭാര്യയില്ലാത്തവനാണ് എന്ന് പറഞ്ഞത്. സീത ഏതായാലും എൻ്റെ പത്നിയാണ്. അപ്പോൾ ശൂർപ്പണഖ പറഞ്ഞു, ഈ സീതയെ കൊണ്ട് അങ്ങേക്ക് എന്ത് കാര്യം? സുന്ദരിയായിട്ടുള്ള എന്നെ അങ്ങ് സ്വീകരിക്കൂ. നമുക്ക് ഈ ദണ്ഡകാരണ്യത്തിലൊക്കെ ഇതേങ്ങനെ വിവഹരിക്കാം. ദയവായിട്ട് എന്നെ അങ്ങ് ഭർത്താവായിട്ട് സ്വീകരിക്കണം. ഞാൻ എപ്പോഴോ മനസ്സുകൊണ്ട് അങ്ങയെ ഭർത്താവായി വരിച്ചു കഴിഞ്ഞു എന്ന് പറയുകയാണ്. അപ്പോൾ രാമൻ പറഞ്ഞു, അങ്ങനെ നീ മാത്രം വരിക്കാൻ തീരുമാനിച്ചാൽ എങ്ങനെ കാര്യം നടക്കുക? അതുകൊണ്ട് ഞാനിപ്പോൾ പ്രിയയായിട്ടുള്ള എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടവളാണ് എൻ്റെ പത്നി. അവളെ ഉപേക്ഷിച്ച് ഞാൻ എങ്ങനെ നിന്നെ സ്വീകരിക്കും? നീ സപത്നി ദുഃഖിതയാവും. എനിക്ക് സീതയെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ഭർത്താവിന് 2 പത്നി എന്ന് പറഞ്ഞാൽ അതിലത്തെ ഒരു പത്നിയോട് അധികം ഇഷ്ടം എന്തായാലും ഉണ്ടാവും. ഏതെങ്കിലും ഒരു പത്നി അങ്ങനെ ആവും. അപ്പം മറ്റേ പത്നിക്ക് അത് ദുഃഖകരമാവില്ലേ? അതുകൊണ്ട് കേമത്തിയും
യോഗ്യയായിട്ടുള്ള നീയെ എങ്ങനെയാണ് സപത്നി ദുഃഖം അനുഭവിക്കുക? ഒരു കാര്യം ചെയ്യുക, എൻ്റെ അനുജൻ ഉണ്ട് അപ്പുറത്ത്, അവന് ഭാര്യയില്ല, നിരതനല്ല, ഭാര്യ ഇല്ലാത്തത് കൊണ്ട്, സഹിതനല്ലാത്തത് കൊണ്ട് നീ അവനോടൊന്ന് പറഞ്ഞു നോക്കൂ, തീർച്ചയായിട്ടും അവൻ നിന്നെ സ്വീകരിക്കും എന്ന് പറയുകയാണ്. അങ്ങനെ ശൂർപ്പണഖ അങ്ങോട്ട് ചെന്നു. അപ്പോൾ ലക്ഷ്മണൻ വീണ്ടും പറഞ്ഞു, ആ ഏട്ടന് ശരിക്കും നിശ്ചയില്ലാത്തതുകൊണ്ടാണ്, നിൻ്റെ ഗുണവും സീതയുടെ ദോഷവും ഏട്ടനറിയില്ല, അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, നീ ആരാണ്, സീത എത്രത്തോളം കൊള്ളരുതാത്തോളാണ്, ഒന്നൊക്കെ നേരെ പറഞ്ഞു നോക്കുക. തീർച്ചയായിട്ടും ഏട്ടൻ തന്നെ സ്വീകരിക്കും, കളിപ്പിക്കുക ചെയ്ത്, പരിഹസിക്കുകയാണ് എന്ന് അറിഞ്ഞില്ല ശൂർപ്പണഖ. ഇവരിലുള്ള ആസക്തി കാരണം ലക്ഷ്മണൻ പറഞ്ഞ വാക്ക് സത്യമാണ് എന്നങ്ങനെ പറഞ്ഞ് ഒന്നും കൂടി രാമൻ്റെ അടുത്ത് വന്നു. ഹേ രാമ, എന്തിനാണ് ഒന്നിനും കൊള്ളാത്ത വിരൂപയായ കുറച്ച് ശരീരത്തിൻ്റെ പ്രകൃതമൊക്കെയാണ് വർണ്ണിക്കും മോശമായ രീതിയിൽ അവളെ നീ അങ്ങ് സ്വീകരിക്കുന്നത്? വിരൂപയും അസിതയും കരാളയും കൃതോദരിയും വൃദ്ധയും ആയ സീതയാണ് നിൻ്റെ ദുഃഖത്തിന് കാരണം. നല്ല ഏർപ്പാടായില്ലേ? അദ്ദേമാം ഭട്ട പറയുകയാണ്, ഏതാം വിരൂപാം അസതിയും, വിരൂപയാണ് നല്ല സ്വഭാവമുള്ളവളല്ല, കരാളാം നിർണതോദരിയും വൃദ്ധാം വയസ്സുമായി, അങ്ങനത്തെ അവളെ കൊണ്ട് നിനക്ക് എന്താണ് കാര്യം എന്നിങ്ങനെ പറഞ്ഞതായിട്ട് സമയത്ത് ഞാൻ നിന്നോട് സുഖമായിട്ട് വിഹരിക്കും, സീതയെ ഞാൻ ഇപ്പോൾ ഭക്ഷിച്ചിട്ടില്ലാണ്ടാക്കി കാണിച്ചു തരാം, സീതയുടെ പ്രശ്നം തന്നെ ഞാൻ ഇപ്പോൾ ഇല്ലാണ്ടേക്കാം, പിന്നെ നീ സീത 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 എന്ന് നാമം ചെല്ലില്ലല്ലോ. ഇക്തിത്ത മൃഗശാഭാക്ഷീം അലാതസേക്ഷണ അപ്യതാപൽസുസംകൃത മഹോൽക്കാരോഹിണീമിവ. ഉൽക്ക ആ രോഹിണി നക്ഷത്രത്തിന് നേരെ അതിനെ നശിപ്പിക്കാൻ പോകുന്നത് പോലെ വേഗം സീതയെ പിടിച്ച് ഭാഷിക്കാനാണ് തുടങ്ങിയില്ലേ. രാമൻ പറഞ്ഞു, ലക്ഷ്മണ ഇനി നോക്കി നിൽക്കാൻ പറ്റില്ല, ഇവളിപ്പോൾ സീതയെ ഉപദ്രവിക്കും, വേഗമാവട്ടെ, ഒട്ടും താമസിക്കാണ്ട് നീ ഇവളെ വധിക്കുകയല്ല വിരൂപയാക്കുക, അഹങ്കാരം തീരട്ടെ, വിരൂപയാക്കി വിടൂ എന്നങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് വാളെടുത്തു ലക്ഷ്മണൻ ആ മൂക്കും ചെവിയും ഛേദിച്ചു. ഒലിക്കുന്ന ചോരയോട് കൂടിയിട്ട് കരദൂഷണത്തിശിരാക്കളൊക്കെ പരിചയപ്പെടുത്തേണ്ട ശൂർപ്പണഖ. കരദൂഷണത്തിശിരാക്കൾ കുംഭകർണൻ, വിഭീഷണൻ, ഇവരൊക്കെ രാവണൻ്റെ സഹോദരന്മാരാണ്. ഞാൻ സഹോദരിയാണ്, ഇവരൊക്കെ സഹോദരങ്ങളാണ്. കുംഭകർണൻ സദാ ഉറങ്ങണു, വിഭീഷണൻ രാക്ഷസധർമ്മം പാലിക്കണവനല്ല, അവൻ സാത്വികനാണ് വിഭീഷണൻ. അവിടെ രാക്ഷസധർമ്മം പാലിക്കാത്ത വിഭീഷണൻ, ഒന്നിനും കൊള്ളാതെ കിടന്നുറങ്ങണ കുംഭകർണൻ, അതുപോലെ തന്നെ കരദൂഷണത്തിശിരസുകൾ, ഇവരൊക്കെ ഞങ്ങളൊക്കെ സഹോദരന്മാരാണ്, ഞാൻ രാവണ സഹോദരിയാണ് എന്നൊക്കെയാണ് പറഞ്ഞ് കരദൂഷണത്തിശിരാക്കൾ ആ ജനസ്ഥാനത്തുണ്ട്. അതിൻ്റെ അടുത്തേക്ക് ഈ വിരൂപയാക്കപ്പെട്ട ശൂർപ്പണഖ പോവുകയാണ്. തുടർന്ന് കരദൂഷണത്തിശിരാക്കളുടെ വരവ്, അവരുമായിട്ടുള്ള യുദ്ധം, അവരുടെയൊക്കെ വധം എന്നീ ഭാഗങ്ങളാണ് പറയാനുള്ളത്. പൂർവന്നാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണന്തമുദ്ധരണം ലങ്കാപുരീദാഹനം പശ്ചാത്രാവണ കുംഭകർണനിധനം നേതസ്യ രാമായണം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദൈ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.